ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിജയലക്ഷ്മിക്കൊപ്പം ചെമ്പകശ്ശേരിയിൽ വന്നിട്ട് ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഗീതു. അപ്പം വിജയലക്ഷ്മി അടുക്കളയിലേക്ക് വന്നിട്ട് ഗീതുവിനോടൊരു എന്താ പറയുക, ചിരിക്കണോ വേണ്ടയോ എന്നറിയാത്ത ഭാവത്തിൽ ചിരിക്കുകയാണ്. അപ്പം വിജയലക്ഷ്മിക്ക് നേരെ ചിരിക്കാതെ ഗീതു പറയുന്നത്, കണ്ണേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്വാതന്ത്ര്യമൊന്നുമല്ല അവൾ അറക്കൽ വീട്ടിലെടുക്കുന്നത്. അപ്പം വിജയലക്ഷ്മി മറുപടിയൊന്നും പറയാതെ ഇങ്ങനെ ആലോചനയോടെ നിൽക്കുകയാണ്. അപ്പോഴും ഗീതു പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ കണ്ണേട്ടൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് എന്തെല്ലാം പ്ലാനിങ് ഉണ്ടായിരുന്നു. അതെല്ലാം പൊളിച്ച് ബർത്ത്ഡേ അവൾ സ്വന്തമാക്കി. ഞാനൊരു നോക്കു കുത്തിയ പോലെ നിൽക്കേണ്ടി വന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താ തിരിച്ച് പറയേണ്ടതെന്നറിയാതെ വിജയലക്ഷ്മി ഇങ്ങനെ തലകുനിച്ച് നിൽക്കുകയാണ്. കാരണം സ്വന്തം മക്കളെ രണ്ടുപേരും, അതായത് ആങ്ങളെയും പെങ്ങളോ, പക്ഷെ എന്താ പറയേണ്ടത് പോലും വിജയലക്ഷ്മിക്ക് അറിയില്ല ഗീതുവിൻ്റെ അടുത്ത്. അപ്പോഴും ഗീതു ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടോ, ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന ഡാൻസ് അവളൊരു നൃത്ത മത്സരം പോലെ ആക്കി. അതിനുശേഷം വിജയലക്ഷ്മി സ്വയം വിചാരിക്കുകയാണ്, ശിവരഞ്ജിനി കാരണം ഗീതു എത്രമാത്രം വിഷമിക്കുന്നുണ്ട്. 2 ഗ്ലാസ്സുകളിലേക്കായിട്ട് ചായ ഒഴിച്ചതിന് ശേഷം ഗീതു വന്നിട്ട് വിജയലക്ഷ്മിയെ വിളിക്കുകയാണ്, അമ്മേ. അപ്പം വിജയലക്ഷ്മി ഗീതുവിന് ഓപ്പോസിറ്റ് എതിരായിട്ട് നിന്നിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഗീതുവിൻ്റെ വിളി കേൾക്കുന്ന സമയത്ത് ഞെട്ടിയിട്ട് തിരിഞ്ഞ് നോക്കുകയാണ്. അപ്പോൾ ഗീതു ഒരു കപ്പ് ചായ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരത് വാങ്ങിക്കുകയാണ്. അപ്പോൾ വിജയലക്ഷ്മി പുഞ്ചിരിച്ചുകൊണ്ട് ഗീതുവിനെ നോക്കുമ്പോൾ ഗീതു പറയുന്നുണ്ട്, നല്ല സ്ട്രോങ് ചായ. ഇത് കുടിച്ചിട്ട് എൻ്റെ വക നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ തയ്യാറായിക്കോ. വിജയലക്ഷ്മിക്ക് അബദ്ധം മനസ്സിലായതുപോലെ പെട്ടെന്ന് തന്നെ അവർ അടുക്കളയിൽ നിന്ന് കയറിയിട്ട് ഹാളിലേക്ക് വരികയാണ്. എന്നിട്ട് അവിടെയുള്ളൊരു സോഫയിലിരിക്കുകയാണ്. അപ്പോൾ കൂടെ തന്നെ തൊട്ടടുത്തെന്ന പോലെ തന്നെ ഗീതു ഉണ്ട്. ഗീതു വന്നിട്ട് ഡൈനിങ് ഏരിയയിലുള്ള ചെയർ വിളിച്ചിട്ട് അവർ അടുത്തിരിക്കുകയാണ്. വിജയലക്ഷ്മി കോഫി കുടിക്കുന്നതിനിടയ്ക്കിടയ്ക്ക് തന്നെ ഗീതുവിനെ ഇങ്ങനെ ഇടങ്ങണിട്ട് നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗീതുവും അത് കുടിക്കാതെ തന്നെ അവരെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. കുറച്ചു നേരം നോക്കിയതിന് ശേഷം ഗീതു ചോദിക്കുകയാണ്, അമ്മയും രഞ്ജുവും തമ്മിൽ എന്താ ബന്ധം? അപ്പം വിജയലക്ഷ്മി ഇങ്ങനെ ഞെട്ടി ഷോക്കാവും, പക്ഷേ കേൾക്കാത്ത പോലെ ചോദിക്കും, പറയേ, നിങ്ങൾ തമ്മിൽ എന്താ റിലേഷൻ? ഗീതു ഭയങ്കര സീരിയസ് ആയിട്ടാണ് ചോദിക്കുന്നത്. ആ സമയത്ത് വിജയലക്ഷ്മി ആലോചിക്കുന്നത് അല്പം മുമ്പ് ഗോവിന്ദ് പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി രഞ്ജുവിനെ അവിടുന്ന് പുറത്താക്കാനും എൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്താനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ രഞ്ജു നിങ്ങളുടെ മകളാണെന്ന് രാധിക അമ്മയോട് പറയാം. എന്താ, നിങ്ങൾക്കത് പറ്റുമോ? ആ ഒരു ഷോക്കിലാണ് വിജയലക്ഷ്മി ഇരിക്കുന്നത്. അതായത് ഗീതു അടുത്തുള്ളതുപോലെ അവർ അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഗീതു ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്കൊന്നും പറയാനില്ലേ? അപ്പോൾ ഗീതുവിൻ്റെ ആ ചോദ്യത്തിൻ്റെ കാഠിന്യം കൊണ്ട് വിജയലക്ഷ്മി ഓർമ്മകളിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന പെട്ടെന്ന് തന്നെ പതറിക്കൊണ്ട് ഗീതുവിനോട് പറയുന്നുണ്ട്, നീ പറഞ്ഞതല്ലാതെ എനിക്ക് രഞ്ജുവിനെ അറിയില്ല. അപ്പോൾ ദേഷ്യത്തോട് തന്നെ ഗീതു ചോദിക്കും, പിന്നെ എന്തുകൊണ്ടാണ് കുറച്ചു മുമ്പേ രഞ്ജുവിൻ്റെ കാര്യം കണ്ണേട്ടൻ അമ്മയോട് പറഞ്ഞത്? പെട്ടെന്ന് എന്താ ഗീതുവിന് മറുപടി കൊടുക്കണേന്ന് വിജയലക്ഷ്മിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ പതറിക്കൊണ്ട് പറയുന്നുണ്ട്, അത് പിന്നെ ഗോവിന്ദിൻ്റെ സുഹൃത്താണ് എന്നോട് പറഞ്ഞത്. ഗോവിന്ദ് അറക്കലിലേക്ക് ഏതോ ഒരു പെണ്ണിനെ കൊണ്ടുവന്നതിൽ നിനക്ക് നല്ല വിഷമമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴാണ് രഞ്ജുവിനെ കുറിച്ച് അവനങ്ങനെ പറഞ്ഞത്. ഗീതുവിൻ്റെ സംശയം മാറിയിട്ടില്ലെന്ന് തോന്നിയത് കാരണം വീണ്ടും വിജയലക്ഷ്മി പറയുന്നുണ്ട്, ഗോവിന്ദ് പറഞ്ഞത് കൊണ്ടാണ് ആ പെൺകുട്ടിയുടെ പേര് രഞ്ജു എന്ന് പോലും ഞാൻ അറിഞ്ഞത്. പക്ഷേ ഗീതുവിൻ്റെ നോട്ടത്തിലുള്ള സംശയം മാറുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പം ഗീതുവിനെ കണ്ണുകളിലേക്ക് നോക്കാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ട് വിജയലക്ഷ്മി വീണ്ടും പതറിക്കൊണ്ട് പറയാണ്. വീണ്ടും ഗീതുവിനെ നോക്കുന്ന സമയത്ത് ഗീതു അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. വേഗം കോഫി എടുത്ത് വായിൽ വെച്ചുകൊണ്ട് പറയും, എനിക്ക് അവരുമായിട്ടല്ലാതെ വേറെ പരിചയമൊന്നുമില്ല, ബന്ധമൊന്നുമില്ല. അപ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ സത്യമാണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ? അല്ല, ഇതല്ലാതെ പിന്നെ നീ എന്താ വേറെ കരുതിയിരിക്കുന്നേ? വിജയലക്ഷ്മി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗീതു അവരെ നോക്കാതെ പറയാണ്, എനിക്കെന്ത് വേണമെങ്കിലും ഊഹിക്കാമല്ലോ. അതിനുശേഷം അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ഗീതു പറയാണ്, വേണമെങ്കിൽ അമ്മയുടെ മകളാണ് രഞ്ജു എന്നുവരെ എനിക്ക് സംശയിക്കാം. അപ്പം വിജയലക്ഷ്മി ഞെട്ടിത്തരിച്ചിട്ട് ഗീതുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം വിജയലക്ഷ്മിക്ക് നേരെ തിരിഞ്ഞിട്ട് ഗീതു പറയാണ്, സംശയിക്കാം, ഇനി അതിൻ്റെ കാരണം കൂടി പറയാം. അപ്പോൾ അതെന്താ ആ ഒരു കാരണം എന്നറിയാനുള്ള ക്യൂരിയോസിറ്റി വിജയലക്ഷ്മിക്ക് ഉണ്ടായിരുന്നു. കാരണം രഞ്ജുവും കണ്ണേട്ടനും തമ്മിൽ ആദ്യം നല്ല ശത്രുതയായിരുന്നു. അവരുടെ വഴക്ക് ഞാൻ നേരിട്ട് കണ്ടതാ. അതേപോലെ തന്നെ അമ്മയുമായിട്ടും എന്തോ ഒരു ശത്രുത കണ്ണേട്ടനുണ്ട്. അപ്പോൾ വിജയലക്ഷ്മി ഗീതുവിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, അതിൻ്റെ കാരണവും രഞ്ജു ആണെന്ന് തന്നെ ഞാൻ സംശയിക്കുന്നു. പെട്ടെന്ന് എന്താ പറയേണ്ടതെന്ന് മനസ്സിലാവാതെ ഒരു പതർച്ചയോടെ തന്നെയാണ് വിജയലക്ഷ്മി നിൽക്കുന്നത്. അതിനുശേഷം ഗീതുവിനോട് പറയുന്നുണ്ട്, ഗീതു, നീ വെറുതെ ആളുകളെ സംശയിക്കരുതേ, വെറുതെ ഊഹങ്ങളും സംശയങ്ങളും വെച്ചിട്ട് ആളുകളെ വിലയിരുത്തരുത്. അപ്പോൾ ഗീതു വീണ്ടും ദേഷ്യത്തോടു കൂടി തന്നെ പറയുന്നുണ്ട്, സത്യങ്ങൾ എന്താണെന്ന് അതറിയാവുന്നവർ പറയാത്തിടത്തോളം ഊഹങ്ങളെ പിൻപറ്റാനേ എനിക്ക് പറ്റൂ. അതിനുശേഷം ഗീതു അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന കോഫി എടുത്തിട്ട് കുടിക്കുകയാണ്. പെട്ടെന്ന് പറയും, കടുപ്പ ഇത്തിരി കൂടുതലായി. എവിടെ നോക്കാതെയാണ്, അതായത് ദാർഷ്ട്യത്തോടെ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. പെട്ടെന്ന് വിജയലക്ഷ്മി ഓർമ്മകളിൽ നിന്ന് എണീറ്റിട്ട് ചോദിക്കും, ചായയുടെ? അതിനുശേഷം വിജയലക്ഷ്മിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ നോക്കിക്കൊണ്ട് ഗീതു പറയും, അടുത്ത പ്രാവശ്യം കറക്റ്റാക്കാം. അപ്പോൾ അവരും തലയാട്ടുന്നുണ്ട് പുഞ്ചിരിച്ചുകൊണ്ട്. അപ്പോൾ ഗീതു പറയാണ്, ചില സംശയങ്ങളാണ് നമ്മളെ സത്യത്തിലെത്തിക്കുന്നത്. ഞാൻ ആ അന്വേഷണത്തിലാണ്. പോട്ടെ. അവർ ഗീതുവിന് പോകാൻ സമ്മതം കൊടുക്കുകയാണെങ്കിലും ഗീതു പോയതിനു ശേഷം അവർ ഭയങ്കര ഡിസ്റ്റർബ്ഡാണ്. എല്ലാ സത്യങ്ങളും ഗീതു അറിയുമോ എന്നൊക്കെയുള്ളൊരു പേടി.
നേരെ പൂജാമുറിയിലേക്ക് വന്ന് കൈകൂപ്പി ദേവിക്ക് മുന്നിൽ നിൽക്കുകയാണ്. ആ സമയം അവരുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് അവസാനമായിട്ട് മാധവൻ നായരുടെ ചിതാഭസ്മത്തിന് മുകളിൽ വെച്ച് ചെയ്ത അസത്യമായിരുന്നു. കാരണം ഈ അമ്മ ഇനി ഒരിക്കലും അറക്കൽ കുടുംബത്തിന് മേലോ നിൻ്റെ മേലോ ഒരവകാശവുമായി വരില്ല. അതിനുശേഷം മനസ്സുകൊണ്ട് ദേവിയോട് പറയുകയാണ്, ശിവ എൻ്റെ മകളാണെന്ന് ഗീതു അന്വേഷിച്ചറിഞ്ഞാൽ ഞാൻ ഇതുവരെ പൂട്ടിയിട്ടുണ്ടായിരുന്ന രഹസ്യങ്ങളുടെ താക്കോൽ തുറക്കും. എന്നെ ഒരു വഞ്ചകിയായി കണ്ട് അവൾ എന്നെ വെറുക്കും. ശിവ എൻ്റെ ആരാണെന്ന് അറിയുന്ന നിമിഷം രാധിക ഗീതുവിനേക്കാൾ വലിയ ശത്രുവായി ശിവയെ കാണും. പിന്നെ എൻ്റെ മോള് ജീവിച്ചിരിക്കില്ല. അവരുടെ ഉള്ളിൽ ആ മാതൃത്വം വീണ്ടും വരികയാണ്. അതിനുശേഷം വീണ്ടും തൊഴുകൈയോടെ പറയുന്നുണ്ട്, അമ്മേ, ശത്രുക്കളെ ചെറുത്ത് നിൽക്കാൻ ഗീതുവിനാവും. എൻ്റെ മോൾക്കതിന് കഴിയില്ല എന്നറിയില്ലേ? അതുകൊണ്ടാണ് അവൾ എൻ്റെ മകളാണോ എന്ന് ഗീതു ചോദിച്ചിട്ടും ഞാൻ പറയാതിരുന്നത്. ഞാൻ ഹൃദയം തുറന്ന് സ്നേഹിക്കുന്ന അവളോട് കള്ളം പറയേണ്ടി വന്നതിൽ എന്നോട് ക്ഷമിക്കണേ. ഗീതു ചെമ്പകശ്ശേരിയിൽ നിന്നും ഇറങ്ങി അജാസിനൊപ്പം നേരെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പം റോഡിന് ക്രോസായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. വേറെ ആരുമല്ല, ഗോവിന്ദായിരുന്നു. അപ്പോൾ ഗീതു ആകെ മൊത്തം ചത്ത അവസ്ഥയിലായി. എന്നിട്ട് അജാസിനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ അളിയനെ കട്ട കലിപ്പില്ല, മിക്കവാറും എന്നെ പിടിച്ച് വിഴുങ്ങും, ഇത് അതിനുള്ള നിൽപ്പാ. പക്ഷെ അജാസ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, പെങ്ങൾ അളിയനെ വിഴുങ്ങുമെന്നാണ് എൻ്റെ പേടി. അപ്പോൾ ഗീതു ഒന്ന് അജാസിനെ നോക്കിയതിന് ശേഷം ഗോവിന്ദ് അടുത്തേക്ക് വരുന്നത് കാണുകയാണ്. അപ്പം ഗീതു ടെൻഷനോട് പറയുന്നുണ്ട്, പെങ്ങളുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചോ, AGM ഇങ്ങോട്ടേക്ക് നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഗോവിന്ദ് മുന്നോട്ടേക്ക് വരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഗോവിന്ദ് നേരെ കാറിന് പുറത്തേക്ക് വന്നിട്ട് ഇറങ്ങ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗീതു കേൾക്കാത്ത പോലെ ചോദിക്കുക, അപ്പോൾ ഗോവിന്ദ് ഡോറ് വലിച്ചു തുറന്നിട്ട് പറയും, ഇങ്ങോട്ട് ഇറങ്ങാൻ. അപ്പോൾ ഗീതു ഒന്നും അറിയാത്ത പോലെ ചോദിക്കും, എന്തിനാ കണ്ണേട്ടാ? തിരിച്ച് ഓഫീസിലേക്കല്ലേ, നമുക്ക് ഒരുമിച്ച് പോവാം. അപ്പോൾ ഗീതു രക്ഷപ്പെടാനുള്ള അവസാന പഴുതെന്നോളം പറയും, അയ്യോ കണ്ണേട്ടന് തെറ്റി, ഞാൻ ഓഫീസിലേക്കല്ല, ഭയങ്കര തലവേദന, വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗോവിന്ദ് പറയും, എന്തായാലും ഇറങ്ങ്, എനിക്കിത്തിരി സംസാരിക്കാനുണ്ട്. അപ്പോൾ ഗീതു പറയും, എൻ്റെ തലവേദന കൂടിയാലോ? ഗോവിന്ദ് ദേഷ്യത്തിലുള്ളത്, നിൻ്റെ തല പൊട്ടിത്തെറിച്ചാലും കുഴപ്പമില്ല, എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയാൽ മതി. അജാസിന് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ പ്രകടനം രണ്ടുപേരുടെയും കളി കാണുമ്പോൾ ചിരി വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തല അപ്പുറത്തെ ഓപ്പോസിറ്റ് തിരിച്ചു വെച്ചിട്ട് അജാസ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗീതു വീണ്ടും കുട്ടികളെ പോലെ പറയുകയാണ്, എൻ്റെ തലയ്ക്ക് ഒരു വിലയും ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങാം. അപ്പോൾ ഗോവിന്ദ് ആ കാറിൻ്റെ ഡോറിൻ്റെ അടുത്ത് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഗീതു ഇങ്ങനെ അജാസിനെ തിരിഞ്ഞ് നോക്കിക്കൊണ്ട് മെല്ലെ സീറ്റ് ബെൽറ്റൊക്കെ അഴിച്ച് ഇറങ്ങുകയാണ്. ഗീതു കാറിൽ നിന്ന് ഇറങ്ങി പോയതിന് ശേഷം അജാസ് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദിന് പിന്നാലെ നടന്നിട്ട് ഒരു ചെറിയ കൊച്ചു കുട്ടിയെ പോലെ ഗീതു ഇങ്ങനെ പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദിനോട് ചോദിക്കും. ഗോവിന്ദ് ദേഷ്യത്തോടെ തിരിഞ്ഞിട്ട് പറയും, എൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ വന്നാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പെട്ടെന്ന് ഗീതു ചിരിച്ചുകൊണ്ട് പറയും, അയ്യോ, കണ്ണേട്ടൻ്റെ കാര്യത്തിൽ ഇടപെടാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, ഭാര്യ എന്ന നിലയിൽ അതെൻ്റെ കടമയല്ലേ. അപ്പോൾ ഗോവിന്ദ് ഗത്യന്തരം ഇല്ലാണ്ട് പറയും, ബുദ്ധിമുട്ട് നിനക്കല്ല, എനിക്കാണ്. അപ്പോൾ ഗീതു ചോദിക്കും, അതിപ്പോൾ എന്താ ചെയ്യുക, സഹിച്ചല്ലേ പറ്റൂ, ഞാൻ കണ്ണേട്ടൻ്റെ ഭാര്യയായിപ്പോയില്ലേ, എൻ്റെ പൊന്നേട്ടൻ്റെ കാര്യങ്ങളിൽ ഞാൻ ഇടപെടും. അപ്പോൾ ഗോവിന്ദ് പറയും, കൂടെയുള്ളയാൾ ശത്രുപാളയത്തിലെ സ്ഥിരം വിസിറ്ററാണെങ്കിൽ അയാളെ ഒഴിവാക്കുക എന്നുള്ളതാണ് ബിസിനസ്സിലെ പോളിസി, ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഗീതു ഇങ്ങനെ ആവേശത്തോടെ കേട്ട് നിന്നിട്ട് പറയും, അയ്യോ സെയിം പിച്ച് എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദിനെ പിച്ചാണ്. ചെറുപ്പത്തിലെ എൻ്റെയും പോളിസി അതുതന്നെയായിരുന്നു. ശത്രുക്കളോടും ശത്രുപാളയത്തിലുള്ളവരോടും എനിക്കൊരു വിട്ടുവീഴ്ചയില്ലായിരുന്നു. നിഷ്കരുണം ഞാൻ അവരെ ആക്രമിക്കുമായിരുന്നു, അവരുടെ വേദന കണ്ട് ഞാൻ ആസ്വദിക്കുമായിരുന്നു. ഞാനൊരു മഹാദുഷ്ടിയായിരുന്നു കണ്ണേട്ടാ. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ വാ പൊളിച്ച് നിൽക്കുകയാണ്, ഇവളെന്തൊക്കെ ഈ പറയുന്നതെന്ന അർത്ഥത്തിൽ. പക്ഷേ കണ്ണേട്ടൻ്റെ അടുത്ത് വന്നതോടുകൂടെ ഞാൻ ആകെ മാറി. ശത്രുവിനെ സ്നേഹം കൊണ്ടും ബന്ധുത്വം കൊണ്ടും കീഴടക്കണമെന്ന് എന്നെ പഠിപ്പിച്ചത് കണ്ണേട്ടനാ. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ അതിശയത്തോടെ നിൽക്കുക. എന്നിട്ട് ചോദിക്കും, ഞാനോ? അതേ കണ്ണേട്ടാ, ആ ഉപദേശം ശിരസാ വഹിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ ഗോവിന്ദനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല ഗീതു പറയുന്നത്. അപ്പോൾ ഗീതു പോയിട്ട് ഗോവിന്ദിൻ്റെ കൈയെടുത്ത് ചേർത്ത് പിടിച്ചിട്ട് പറയും. ഗോവിന്ദ് പെട്ടെന്ന് ആ കൈ കുടഞ്ഞെറിയാണ്. എന്നിട്ട് ഗീതുവിനോട് തട്ടിക്കയറാണ്. ഞാൻ എപ്പോഴാണ് നിന്നോട് ശത്രുവിനെ സ്നേഹിക്കാൻ പറഞ്ഞത്? അപ്പോൾ പെട്ടെന്ന് ഗീതു പറയും, എന്തിനാ പറയുന്നേ, പ്രവർത്തിച്ച് കാണിച്ചു തന്ന ആളല്ലേ കണ്ണേട്ടൻ. അപ്പം ഗോവിന്ദനാകൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഗീതു പറഞ്ഞു കൊടുക്കുകയാണ്, ബദ്ധശത്രുവായിരുന്ന ഭദ്രൻ്റെ മോനെ അനിയത്തിയെ കല്യാണം കഴിച്ചു കൊടുത്ത് കാണിച്ചു തന്നില്ലേ, അതും പോരാഞ്ഞ് അയാളുടെ മോളെ കണ്ണേട്ടൻ കല്യാണം കഴിച്ചില്ലേ. ഗോവിന്ദ് ഇങ്ങനെ അന്താളിപ്പോടെ നിൽക്കുമ്പോൾ ഗീതു വന്നിട്ട് പറയും, ഇതിൽ കൂടുതൽ ഒരു മനുഷ്യന് ശത്രുക്കളെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? ഗോവിന്ദനാണെങ്കിൽ ആകെ ക്ഷമ നശിച്ച അവസ്ഥയിലുണ്ടായിരുന്നത്. അപ്പോഴും ഗീതു പ്രസംഗം നിർത്തിയിട്ടില്ല. ശത്രുവിനെ സ്നേഹം കൊണ്ട് കീഴടക്കി കണ്ണേട്ടൻ എന്നെ തോൽപ്പിച്ചു. അതേപോലെ തന്നെ ഞാൻ വിജയലക്ഷ്മി അമ്മയെ സ്നേഹിച്ച് നമ്മുടെ വശത്ത് കൊണ്ടുവരാം. ഗീതു ചിരിച്ചുകൊണ്ട് പറയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ഓ അപ്പോൾ പറഞ്ഞു നീ അവിടെ വരെ എത്തിയല്ലേ. ആ സ്ത്രീയുമായി ഒരിക്കലും എനിക്ക് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് നടക്കുന്ന നീയും അവരുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല. അപ്പോൾ ഗീതു പെട്ടെന്ന് പറയും,
ആ, പന്തിയിൽ പക്ഷഭേദം പാടില്ല കണ്ണേട്ടാ. ഭദ്രൻ എന്ന ശത്രുവിനോട് ഒരു പോളിസി, വിജയലക്ഷ്മി അമ്മയോട് വേറൊരു പോളിസി. അത് തീരെ ശരിയല്ല. രണ്ടുപേരെയും ഒരുപോലെ സ്നേഹിക്കണം, അതാണ് ഹീറോയിസം. അപ്പോൾ ഗോവിന്ദ് ഗീതുവിനോട് പറയും, നിനക്ക് പല്ല് മാത്രമല്ല നാവും കൂടുതലാ, പക്ഷെ അത് എൻ്റെ അടുത്ത് എടുക്കണ്ട. ആ, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, പക്ഷെ കണ്ണേട്ടനെ എൻ്റെ അച്ഛനെ സ്നേഹിക്കുന്നത് പോലെ വിജയലക്ഷ്മി അമ്മയെയും സ്നേഹിക്കണം. ഗോവിന്ദിനത് വലിയൊരു ഷോക്കാവാണ്. ഗീതുവിന് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഇങ്ങനെ എറിഞ്ഞിട്ട് നോക്കി തീർക്കുകയാണ്. വിജയലക്ഷ്മി അമ്മയെ രാധികാമ്മയെ പോലെ സ്നേഹിക്കണമെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ കണ്ണേട്ടൻ്റെ മരിച്ചുപോയ പെറ്റമ്മയെ പോലെ സ്നേഹിച്ചാൽ മതി. ഗോവിന്ദ് ഒരു ഞെട്ടലോടുകൂടി ഗീതുവിനെ നോക്കുകയാണ്. ഗീതു എല്ലാം അറിഞ്ഞോ എന്നൊരു ഭാവത്തിൽ. കാരണം ഗീതു എറിയുന്ന ഓരോ അമ്പുകളും അവർക്ക് നേരെ തന്നെയാണ് കൊള്ളുന്നത്. പെട്ടെന്ന് ഗീതു തിരിഞ്ഞു നിന്നിട്ട് ചിരിച്ചുകൊണ്ട് ചോദിക്കും, സ്നേഹിക്കില്ലേ കണ്ണേട്ടാ? ഗോവിന്ദിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നിൻ്റെ ഈ നാവില്ലായിരുന്നെങ്കിൽ നിന്നെ പണ്ടേ കുറുക്കനോ മറ്റോ കൊണ്ടുപോയേനെ. അപ്പോൾ ഗീതു ഇങ്ങനെ കുസൃതിയോടെ ചിരിക്കുകയാണ്. എന്നിട്ട് മെല്ലെ ഗോവിന്ദിന് അരികിലേക്ക് വന്നിട്ട് പറയും, ഒരു കള്ളക്കുറുക്കനാ എന്നെ താലി കെട്ടി കൊണ്ടുപോയത്. ഗോവിന്ദിന് ഗീതുവിൻ്റെ കഴുത്ത് ഞെരിക്കാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. എന്നിട്ട് പക്ഷെ ഒന്നും ചെയ്യാതെ അവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഗീതു പിന്നെന്ന് ചോദിക്കും, എന്ത് പറ്റി കണ്ണേട്ടാ? എന്നിട്ട് ഗോവിന്ദ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കാറിൽ കയറിയിട്ട് ഓടിച്ചു പോവുകയാണ്. അപ്പോൾ ഗീതു സമാധാനമായി എന്നൊരു ഭാവത്തിൽ വരികയാണ് അജാസിൻ്റെ അരികിലേക്ക്. ഗീതു അടുത്തെത്തിയപ്പോൾ അജാസ് ചോദിക്കുന്നുണ്ട്, സാറിനെ പറപ്പിച്ചു അല്ലേ? തൽക്കാലം ഞാൻ പിടിച്ചു നിന്നു, ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ എന്താവും എന്നറിയില്ല. അപ്പം അജാസ് തൊഴുകയോടെ നിന്നിട്ട് പറയും, അയ്യോ തൽക്കാലം പെങ്ങൾ അളിയൻ്റെ ജീവനൊന്ന് ബാക്കി വെച്ചേക്കണം. അപ്പോൾ ഗീതുവും ചിരിച്ചുകൊണ്ട് പറയും, പരിഗണിക്കാം. അപ്പോൾ അജാസും പൊട്ടിച്ചിരിക്കുകയാണ്. രഞ്ജു ഗോവിന്ദിനോട് ചോദിക്കുന്നുണ്ട്, ഓഫീസിൽ നിന്ന് ഇറങ്ങി നമ്മൾ എന്തിനാ ഇവിടേക്ക് വന്നത്? അതായത് വേറെ ആരും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു അത്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എനിക്ക് നിന്നെ സ്വാതന്ത്ര്യത്തോടെ സ്നേഹിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ രഞ്ജു ഇങ്ങനെ പുഞ്ചിരിക്കുകയാണ്. ഗോവിന്ദ് പറയുന്നുണ്ട്, അവർക്കറിയില്ലല്ലോ ഞാൻ നിൻ്റെ ഏട്ടനും നീ എൻ്റെ പെങ്ങളുമാണെന്ന്. അപ്പം രഞ്ജു വാത്സല്യത്തോടു കൂടി തന്നെ ഏട്ടനെ നോക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, നമ്മുടെ സ്നേഹം മറ്റുള്ളവർ തെറ്റിദ്ധരിക്കില്ലേ? ഇപ്പം തന്നെ എത്രമാത്രം കഥകൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പം രഞ്ജു ചിരിച്ചുകൊണ്ട് പറയും, മറ്റുള്ളവരിങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് ഒരു രസമല്ലേ? ഏതൊരു രസത്തിനും ഒരു സദാചാരം വേണ്ടേ? നമ്മൾ ഏട്ടനും അനിയത്തിയുമാണെന്ന് നമുക്ക് മാത്രമല്ലേ അറിയൂ. കാണുന്നവർക്ക് കാമുകി കാമുകന്മാരെന്നോ മുൻ ഭാര്യയെന്നോ ഒക്കെ തെറ്റിദ്ധരിക്കാം. അതനുസരിച്ച് നമ്മുടെ ബന്ധം വഷളാവരുത്, കൂടുതൽ കഥകൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവരുത്. ഗോവിന്ദ് രഞ്ജുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയാണ്. അപ്പോൾ രഞ്ജുവും ചിരിച്ചുകൊണ്ട് പറയും, ശരിയാ, ഇപ്പം തന്നെ ഞാൻ ഗോവിന്ദേട്ടൻ്റെ ലവറാണോ എന്ന് ഗീതു പോലും സംശയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ രീതിയിലുള്ള അവളുടെ വെപ്രാളം കാണുമ്പോൾ എനിക്ക് തമാശയാണ്. അപ്പോൾ ഗോവിന്ദ് പറയും, നിനക്ക് തമാശ, അത്തരത്തിലുള്ള സംസാരം ഗീതുവിൽ നിന്ന് കേൾക്കുമ്പോൾ എൻ്റെ നെഞ്ച് പൊള്ളുക. അപ്പോഴൊക്കെ നീ എൻ്റെ അനിയത്തിയാണെന്ന് പറയാൻ എത്രത്തോളം ആഗ്രഹിച്ചു എന്നറിയോ? എന്നിട്ടെന്താ പറയാതിരുന്നേ? രഞ്ജു ചോദിക്കുന്നുണ്ട്. അത് പറഞ്ഞാലേ അവൾ ബാക്കി കൂടി തുരന്ന് അന്വേഷിക്കും. ഞാനും വിജയലക്ഷ്മിയുമായിട്ടുള്ള റിലേഷൻ അവൾ കണ്ടുപിടിക്കും. ആ സ്ത്രീ എൻ്റെ അമ്മയാണെന്ന് പറയാൻ പോലും എനിക്ക് അറപ്പാ, ആ വെറുപ്പാ ഗീതു അവരും തമ്മിലുള്ള ബന്ധത്തെ ഞാൻ എതിർക്കാൻ കാരണം. അപ്പം രഞ്ജു പറയുന്നുണ്ട്, അമ്മയുമായിട്ടുള്ള അവളുടെ അടുപ്പാണ് എന്നെയും അവളിൽ നിന്ന് അകറ്റുന്നത്. അങ്ങനെ ഒരു അടുപ്പം അവർ തമ്മിൽ ഇല്ലായിരുന്നെങ്കിൽ ഗോവിന്ദേട്ടൻ്റെ ഭാര്യ എന്ന നിലയിൽ ഞാൻ അവളെ എൻ്റെ ഏട്ടത്തമ്മയെ സ്നേഹിച്ചേനെ. അപ്പോൾ ഗോവിന്ദ് പിന്നാലെ വന്നിട്ട് പറയും, അതെ, നീ ഗീതുവിനെ സ്നേഹിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അവളുമായിട്ട് വഴക്കിന് പോകരുത് എന്ന് പറഞ്ഞിട്ട് രഞ്ജുവിനെ ഷോൾഡറിൽ കുത്തുകയാണ്. അപ്പോൾ രഞ്ജു ഇങ്ങനെ കുസൃതിയോടെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയും, ആ സമയത്ത് ആരുടെ പക്ഷത്ത് നിൽക്കണമെന്ന് ഞാൻ ആകെ കൺഫ്യൂഷനില്ല. അപ്പോൾ രഞ്ജു ചിരിച്ചുകൊണ്ട് പറയും, ഒരു വീടാവുമ്പോൾ കുറച്ച് അമ്മായിയമ്മ പോര് കഷായവും കുറച്ച് നാത്തവും കഷായവും ഒക്കെ വേണം, എങ്കിലേ ഒരു രസമുള്ളൂ. ഗോവിന്ദേട്ടൻ ഇതിനെ അങ്ങനെ കണ്ടാൽ മതി. അപ്പോൾ ഗോവിന്ദ് ചിരിച്ചുകൊണ്ട് പറയാണ്, നാത്തൂനാണെന്ന് ഗീതു അറിഞ്ഞാൽ അതോടെ എല്ലാ പ്രശ്നങ്ങളും തീരും. പക്ഷേ അതിപ്പം പറയാൻ പറ്റാത്തതല്ലേ പ്രശ്നം. അപ്പോൾ ചിരിച്ചുകൊണ്ട് രഞ്ജു ചോദിക്കുന്നുണ്ട്, കാര്യങ്ങൾ ഇത്രയും തുറന്ന് സംസാരിച്ച സ്ഥിതിക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആദ്യമൊക്കെ ഗോവിന്ദേട്ടൻ എന്നെ കാണുമ്പോൾ ദേഷ്യവും വെറുപ്പൊക്കെ ആയിരുന്നല്ലോ, എന്നിട്ടെന്താ ഇപ്പം സ്നേഹിച്ചു തുടങ്ങിയത്? ആ ചോദ്യത്തിന് എന്ത് മറുപടി പറയണമെന്നറിയാതെ ഗോവിന്ദ് ഇങ്ങനെ വിങ്ങിപ്പൊട്ടുകയാണ്. അതിനുശേഷം ഗോവിന്ദ് ആലോചിക്കുന്നുണ്ട് കുറച്ച് ദിവസം മുന്നേ, അതായത് ഗോവിന്ദിൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് സംഭവിച്ച കാര്യങ്ങൾ. ഗീതുവിൻ്റെ അരികിൽ നിന്നും ഗോവിന്ദിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന രഞ്ജു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രഞ്ജുവിൻ്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നൊക്കെ ഇങ്ങനെ ബ്ലീഡിങ് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്ന് ഗീതുവിനോട് ഒരു വാക്ക് പോലും പറയാതെ രഞ്ജുവിനെ വിളിച്ചുകൊണ്ട് ഗോവിന്ദ് പെട്ടെന്ന് തന്നെ പോയത്. ആ ഓർമ്മകൾ ഓർത്തുകൊണ്ട് തന്നെ രഞ്ജുവിനോടൊന്നും പറയാതെ ചേർത്ത് പിടിക്കുകയാണ് ഗോവിന്ദ്. അവളും ആ സഹോദരൻ്റെ തോളിലേക്ക് തലചായ്ച്ച് വെച്ച് കിടക്കുകയാണ്. എന്നിട്ട് എഴുന്നേറ്റിട്ട് ഗോവിന്ദിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുന്ന സമയത്ത് ഗോവിന്ദ് സ്നേഹത്തിൻ്റെയും വാത്സല്യം കൊണ്ട് പറയാണ്, പ്രിയമോൾക്ക് മുന്നേ എനിക്ക് കിട്ടിയ അനിയത്തിയാണ് നീ. നിന്നോട് ഞാൻ കാണിച്ച അകൽച്ച നിൻ്റെ അമ്മയോടുള്ള അകൽച്ച മാത്രമായിരുന്നു. ഒരു കുടുംബത്തെ മുഴുവൻ അപമാനത്തിൽ നിർത്തി സ്വന്തം സന്തോഷം മാത്രം തേടിപ്പോയ ആ സ്ത്രീയെ എനിക്ക് എങ്ങനെ അമ്മയായിട്ട് സ്നേഹിക്കാൻ പറ്റും? ഗോവിന്ദിൻ്റെ ഉള്ളിൽ നിന്നും പ്രതികാരം ഇങ്ങനെ തിരയടിച്ച് വരുന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെ തന്നെ രഞ്ജു പറയുന്നുണ്ട്, സ്നേഹിക്കുന്നവരെ തമ്മിൽ അകറ്റാനേ അമ്മയ്ക്ക് അറിയൂ. അപ്പോൾ ഗോവിന്ദ് പറയും, സ്നേഹിക്കുന്നവരെ ഇട്ടെറിഞ്ഞിട്ട് പോവാനും അറിയാം. നീ അവരുടെ ഒപ്പമായിരുന്നത് കൊണ്ടാണ് ഞാൻ നിന്നിൽ നിന്നും അകന്നു നിന്നത്. ഇപ്പം നീ അവരുടെ പിടിയിൽ നിന്നും വിട്ടുമാറിയപ്പോൾ
നിനക്ക് കിട്ടാതെ പോയ ഏട്ടൻ്റെ സ്നേഹം ഞാൻ പ്രകടിപ്പിക്കുന്നു. അപ്പോൾ ഒരു ദേഷ്യത്തോടു കൂടി രഞ്ജു പറയുന്നുണ്ട്, അമ്മ കാരണമാണ് ഞാനും ധ്യാനും തമ്മിലുള്ള വിവാഹം നടക്കാതെ പോയത്. വിവാഹത്തോളം എത്തിയ ഞങ്ങളുടെ പ്രണയത്തെ മുറിച്ചു മാറ്റിയത് ആ സ്ത്രീയാ. എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ട് ഒരു ദിവസം അവൻ എന്നോടൊരു വാക്കുപോലും പറയാതെ കാനഡയിലേക്ക് പോയി. എൻ്റെ ആഗ്രഹം നടക്കാതിരിക്കാൻ അമ്മ തന്നെ അവനെ നാട് കടത്തിയതെന്ന് എനിക്കറിയാം. ധ്യാനിനെ കണ്ടെത്തി ഞങ്ങളുടെ വിവാഹം നടത്തിത്തരാൻ ഗോവിന്ദേട്ടന് മാത്രമേ കഴിയൂ. ആ സഹായത്തിന് വേണ്ടിയാ ഞാൻ ഏട്ടനെ കാണാൻ വന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ സാധിച്ചു തരും, പക്ഷേ എനിക്കതിന് കുറച്ച് സമയം വേണം. അതുവരെ ഏട്ടൻ്റെ സംരക്ഷണയിൽ നിനക്ക് കഴിയാം. അപ്പോഴേക്കും ഗോവിന്ദിൻ്റെ ഫോൺ ബെല്ലടിയാണ്. എടുത്തു നോക്കുന്ന സമയത്ത് വിജയലക്ഷ്മിയുടെ കോളാണ്. അപ്പം ഗോവിന്ദിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ഇതാവുന്നുണ്ട്. അപ്പം രഞ്ജുവിന് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് രഞ്ജു പറയുന്നുണ്ട് എടുത്ത് സംസാരിക്കാൻ. ഇല്ല, അവരുടെ കോൾ വന്നാൽ ഞാൻ സാധാരണ എടുക്കാറില്ല എന്ന് പറയുന്നുണ്ട് ഗോവിന്ദ്. പക്ഷേ അതൊന്നും മൈൻഡാക്കാണ്ട് രഞ്ജു ഗോവിന്ദിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ഓണാക്കുകയാണ്. കോൾ അറ്റൻഡ് ആയപ്പം വിജയലക്ഷ്മി പറയുന്നുണ്ട്, നീ എൻ്റെ കോൾ എടുക്കില്ല എന്നാണ് ഞാൻ കരുതിയത്. സന്തോഷമുണ്ട്. അമ്മയ്ക്ക് ഇങ്ങനെയെങ്കിലും ഒരു പരിഗണന നീ തന്നല്ലോ. ആ പരിഗണനയെല്ലാം ഞാൻ അവസാനിപ്പിച്ചതാ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് തിരക്കുണ്ട്. ഗോവിന്ദ് തീരെ താല്പര്യമില്ലാത്ത മട്ടിൽ പറയാണ്. ഗീതു ഇടയ്ക്ക് വന്നതോടെ പറഞ്ഞു വന്ന കാര്യം എനിക്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ല. ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് നീ ശിവരഞ്ജനിയുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തത് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. പക്ഷേ അറക്കൽ കുടുംബത്തിൽ അവളെ താമസിപ്പിക്കുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. മറുപടി ഒന്നും പറയാതെ നിൽക്കുകയാണെങ്കിൽ ഗോവിന്ദ് വിചാരിക്കുന്നുണ്ട്, രഞ്ജു എൻ്റെ ഒപ്പം ഉണ്ടെന്ന് അറിയാതെ ഇവരെന്തെങ്കിലും പറഞ്ഞാൽ കുഴപ്പമാവും. ശിവ ധ്യാനുമായെന്നൊരാളുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു എന്നുള്ളത് നിനക്കറിയാലോ. അവനെ വിളിച്ച് നീയുമായിട്ടൊന്ന് സംസാരിക്കാൻ പറയട്ടെ. അപ്പോഴേക്കും രഞ്ജു ഫോൺ എടുത്തിട്ട് പറയും, ധ്യാനു നിങ്ങളുമായിട്ട് ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ടല്ലേ എന്ന്. രഞ്ജുവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ വിജയലക്ഷ്മി പതറുകയാണ്. നിങ്ങളാ ഞങ്ങളെ തമ്മിൽ അകറ്റിയെന്നുള്ള എൻ്റെ ഊഹം തെറ്റിയില്ല. ശിവരഞ്ജനി, നീ ഗോവിന്ദിൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലേ അവിടെ? അപ്പോൾ രഞ്ജു പറയുന്നുണ്ട്, ഞാൻ ഇനി ഏട്ടൻ്റെ കൂടെ തന്നെ കാണും. കാനഡയിലേക്ക് പോയ ധ്യാൻ ഇന്നേ വരെ എന്നെ വിളിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ടായിരുന്നല്ലേ? എൻ്റെ പ്രണയം തകർക്കുക മാത്രമായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടം ഉണ്ടായത്? ഞാൻ ധ്യാനിനോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ നിങ്ങൾക്ക് പറ്റില്ലേ? മറുപടിയൊന്നും പറയാതെ വിജയലക്ഷ്മി പൊട്ടി കരയാണ്. അപ്പോഴും രഞ്ജു പറയുന്നുണ്ട്, എനിക്കിപ്പം മനസ്സിലായി, എന്നെയോ ഗോവിന്ദേട്ടനെയോ മറ്റാരും സ്നേഹിക്കുന്നതും നിങ്ങൾക്കിഷ്ടമല്ല. ഇത്രയും ദുഷ്ടത നിറഞ്ഞൊരു മനസ്സുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഒറ്റപ്പെട്ട് കഴിയേണ്ടി വന്നത്. രഞ്ജുവിൻ്റെ ഓരോ വാക്കുകളും വിജയലക്ഷ്മി അത്രയേറെ മുറിവേൽപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവരൊരു മറുപടിയും പറയാതെ പൊട്ടി കരയാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിക്കുക നമുക്ക് കാത്തിരുന്ന് തന്നെ കണ്ടു നോക്കാം. ഇന്നത്തെ കഥ ഇങ്ങനെയാണ് വൈൻഡപ്പ് ചെയ്യുന്നത്. പുതിയ എപ്പിസോഡിൻ്റെ കഥ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ.